ഇന്നത്തെ പാക്കിനുള്ള ഐറ്റംസാണ് ഇതെല്ലാം. ഒരു ബൗളിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ആലുവേറയാണ്, ആലുവേറ. പിന്നെ ഇത് ബീട്രൂട്ട് ജ്യൂസാണ്. ഇത് ക്യാരറ്റ് ജ്യൂസ്, ഐസ്, ഹണി. ഗോതമ്പ് പൊടി ഇടാം. 3 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇടാം. എത്രയാണ് പാക്കിന് ആവശ്യമുള്ള ഗോതമ്പ് പൊടി അത്രയും തന്നെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലുവേറേൻ്റെ ജെല്ല്. ഇത് അടിപൊളി റിസൾട്ടാട്ടോ യൂസ് ചെയ്യുമ്പോൾ. ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക. ഇത് ഞാനൊരു 3 ടീസ്പൂൺ ഇട്ടു. 3rd വൺ ആണ് ബീട്രൂട്ട് ജ്യൂസ് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസ് നല്ലോണം മിക്സ് ചെയ്യും. ഞാനിതെല്ലാം ജ്യൂസാക്കിയിട്ടാട്ടോ എടുത്തത്. ജ്യൂസാക്കി എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇതും ഞാൻ ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. 3 or 4 ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ്. ക്യാരറ്റ് ജ്യൂസും ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 3 or 4 എത്രയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത്രയാട്ടോ ഇട്ട് കൊടുത്തത്. ലാസ്റ്റ് ആയിട്ട് ചേർക്കേണ്ട ഹണിയാണ്. ഹണി ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. കൂടി മിക്സ് ചെയ്യാം. ഈ ഐസ് എന്തിനാണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ഡീപ്പ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഐസ് എടുക്കേണ്ടത്. ഐസ് എന്നിട്ട് നന്നായിട്ട് ഫുൾ ഫേസ് അങ്ങ് അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും ഐസ് വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുവാണെങ്കിൽ ഫേസ് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. നന്നായിട്ട് വൈപ്പ് ചെയ്താൽ മാത്രമേ പാക്ക് ഇടുമ്പോൾ കുറച്ച് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് ഫേസ് മൊത്തം അങ്ങ് വൈപ്പ് ചെയ്യാം. ആണ് ഞാൻ റെഡിയാക്കി വെച്ച പാക്ക്. ഇത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസ്. ഗൈസ്, ഞാൻ പാക്ക് കഴിക്ക് വന്നു. കണ്ടോ, വൈപ്പ് ചെയ്യാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് യൂസാണ്. ഫസ്റ്റ് യൂസിന് തന്നെ ഗൈസ് ഇതാണ് പാക്കിൻ്റെ ഫൈനൽ റിസൾട്ട്. അടിപൊളി റിസൾട്ട് തന്നെ. ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ടായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.